വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ബുധനാഴ്ച നമ്മുടെ ഗാർഡൻ വീഡിയോ ആണല്ലോ. അപ്പം ഗാർഡൻ എല്ലാം കാട് പിടിച്ചിരിക്കുക. അപ്പം അതൊന്ന് മെഷീൻ വെച്ച് ഗാർഡൻ എല്ലാം തെളിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാം കഴിഞ്ഞ് കുറേ ചെടികളൊക്കെ മാറ്റി വെക്കണം പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ. മെഷീൻ വെച്ചെല്ലാം കട്ട് ചെയ്തു. പക്ഷേ കുറച്ച് മഴ ഇടയ്ക്ക് പെയ്തു. എന്നാലും എല്ലാം വൃത്തിയാക്കി ഞങ്ങൾ പോച്ചയെല്ലാം മാറി വെട്ടിയിട്ടതെല്ലാം മാറി എടുത്ത് വരുമ്പോഴത്തേക്ക് അടുത്ത മഴയാണ്. ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു. അപ്പം ചെടിയൊന്നും വെക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഫുൾ ഗാർഡൻ്റെ ഒരു റൗണ്ട് വ്യൂ മാത്രം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ചെടികളും ഞാൻ ചുറ്റി ഒരു റൗണ്ട് ഇതെടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. വെളിയിലിറങ്ങാൻ പറ്റത്തില്ല മഴയായതുകൊണ്ട്. പിന്നെ അകത്തുനിന്നാണേലും കുറച്ച് ചെടിയൊക്കെ വെക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ആ മണ്ണിൻ്റെ അലർജി ഉള്ളത് കൊണ്ട് നനഞ്ഞ മണ്ണ് തൊടാനുള്ള പേടി കൊണ്ട് അതും ചെയ്യുന്നില്ല. ഞാൻ എങ്ങനെ മാക്സിമം എനിക്ക് വെറൈറ്റി ചെടികൾ ഒത്തിരി ഉണ്ട്. ഈ ഗാർഡനകത്ത് കുറേ ചെടികളെല്ലാം ഒരേപോലെ ക്രോട്ടൻസും പിന്നെ നന്ദ്യാർ വട്ടവും അങ്ങനെയുള്ള ചെടികളാണ് കൂടുതലും. അല്ലാതെ ചട്ടിക്കകത്ത് സൈഡിൽ വെച്ചിരിക്കുന്നതാണ് ഒത്തിരി വെറൈറ്റി ചെടികളുള്ളത്. അപ്പം ഇങ്ങനെ ഓരോരോ ഡിസ്പോസബിൾ പാത്രവും എല്ലാം നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ സൈഡിലെല്ലാം ഞാൻ തൂക്കിയിടും. എനിക്ക് അത്രയും ഇഷ്ടമാണ് ഇങ്ങനെ ഒരുപോലെ വെറൈറ്റീസായിട്ട് കിടക്കുന്നത് കാണാൻ. ഇത് റൗണ്ട് ബിൽഡിങ്ങും ആയതുകൊണ്ട് ഇവിടെ കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരുമാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് തന്നെ സൈഡിലൊക്കെ കുറച്ച് ചെടിയുണ്ട്. അത് ഇൻഡോറായിട്ടാണ്. അവിടെ മഴ നനയത്തില്ല, വെയിലും കൊള്ളത്തില്ല. അങ്ങനത്തെ ചെടിക്ക് ഈ മഴ പെയ്താലും ഞാൻ വെള്ളം ഒഴിക്കേണ്ടി വരും. ഇതെല്ലാം ഇടയ്ക്ക് ഇച്ചിരി ദിവസം മഴ പെയ്തപ്പോൾ അങ്ങോട്ട് ഇറക്കി വെച്ചായിരുന്നു. അതേ കുറേ ചെടി ഇടയ്ക്ക് 2 ദിവസം നല്ല വെയിലായപ്പം കുറേ ഇലകളൊക്കെ കരിഞ്ഞു പോയി. എന്നാലും എല്ലാം തിരിച്ച് റീപ്ലേസ് ചെയ്തു. ഇതിനകത്ത് കുറേ ചട്ടിയൊക്കെ മാറ്റി വെക്കാനുണ്ട്. ഇപ്പം അതിനൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഇപ്പം അങ്ങനെ തന്നെ വെച്ചിരിക്കുക. എന്നാലും ഏകദേശം എൻ്റെ ഓർക്കിഡും അല്ലാതെ ഇലച്ചെടികളും കുറേ ഞാൻ മഴയത്ത് നനയാൻ വേണ്ടി എടുത്തു വെച്ചു. തിരിച്ചത് റീപ്ലേസ് ചെയ്തു. ഇതൊക്കെ എയർ പ്ലാന്റ് ആണ്. എവിടെ ഇച്ചിരി സ്ഥലം കിട്ടിയാലും അവിടെ എങ്ങനെ ചെടി വെക്കാൻ പറ്റും എന്നുള്ള മാർഗ്ഗമേ ഞാൻ നോക്കത്തുള്ളൂ. അതുപോലെ ഏത് ഡിസ്പോസബിൾ കുപ്പി കിട്ടിയാലും അതെങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മാക്സിമം ഞാൻ അത് ചെടി വയ്ക്കാനായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും എയർ പ്ലാന്റിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഒരേ പ്ലാന്റ്സ് ഞാൻ 2-3 സ്ഥലത്ത് മാറ്റി വയ്ക്കും. എന്ന് വെച്ചാൽ ഏത് സ്ഥലത്ത് വെച്ചാൽ അത് നല്ല ഭംഗിയായിട്ട് വരുന്നെന്നുള്ളത് നോക്കാനും പിന്നെ ഒന്ന് പോയാൽ അടുത്തത് നമുക്ക് വേണ്ടേ, അതിന് വേണ്ടി പിന്നെ ഞങ്ങൾ ഈയിടെ ഒരു കടയിൽ പോയപ്പം ഞങ്ങൾ കണ്ട് മേടിച്ചതാണ് കുറേ ചെടിച്ചട്ടിയൊക്കെ. നല്ല വിലക്കുറവായിരുന്നു. പക്ഷേ മേടിച്ചുകൊണ്ട് വന്നപ്പം തൊട്ട് മഴയാണ്, അതൊന്നും വെക്കാൻ പറ്റിയില്ല. ഈ മഴയൊക്കെ തോർന്നിട്ട് വേണം ഇതിനകത്ത് കുറേ ചെടിയൊക്കെ മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്ന അരി കഴുകുന്ന വെള്ളവും പിന്നെ ചായപ്പത്തയും പിന്നെ ഉള്ളിത്തൊലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മാക്സിമം കളയാതെ ചെടികളിൽ ഇടാൻ നോക്കുന്നതാണ് മാക്സിമം. പിന്നെ ചാണകപ്പൊടി മേടിക്കും. ഫംഗിസൈഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പട്ട അല്ലെ മഞ്ഞൾപ്പൊടി ഇത് എല്ലാം ഉപയോഗിക്കും. മാക്സിമം കടകളിൽ നിന്ന് അല്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാക്സിമം ചെടി നന്നാക്കാൻ നോക്കും. അത്രയധികം ഞാൻ ഇപ്പം മഴ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം മണി പ്ലാന്റൊക്കെ ഇത് വെയിലത്ത് വെച്ചപ്പം മഴ നനയാൻ വെച്ചതാണ്. 2 ദിവസത്തെ പകലിൽ വെയിൽ കൊണ്ടപ്പോൾ അതങ്ങ് വാടി. അപ്പോൾ അതെല്ലാം സൈഡൊക്കെ ഇച്ചിരി ബ്രാഞ്ച് കട്ട് ചെയ്ത് വിട്ടിട്ട് വേറെ നമുക്ക് വെച്ച് നോക്കാം. ഇതിങ്ങനെ വല്ലാതെ വാടി കിടക്കുന്നതുകൊണ്ട് ഈ ബ്രാഞ്ചെല്ലാം വെട്ടിക്കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കാകാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വെട്ടി അടുത്തൊരു സ്ഥലത്ത് ഇത് കിളിപ്പിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ വേറെ റീപോട്ടിംഗ് ഒന്നും ചെയ്യുന്നില്ല. നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2-3 ചട്ടികൾ ഫ്രീ ആയിട്ടിരിക്കുന്നതിനകത്ത് ഇത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ ഇപ്പം മണ്ണ് മിക്സ് ചെയ്ത് എല്ലാം കൂടെ അങ്ങനെ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ മണ്ണ് ഈ ആഴ്ച ഞാൻ തൊടത്തില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.